നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നിലധികം സ്ത്രീകളുടെ തിരോധാനത്തിൽ പ്രതിസ്ഥാനത്തുള്ള പള്ളിപ്പുറം ചെങ്ങുംതറ CM സെബാസ്റ്റ്യൻ പോലീസിനെ പോലും കുഴപ്പിക്കുന്ന അതിബുദ്ധിമാനായ ക്രിമിനലാണെന്ന് പല ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പുകൾക്കിടെയും ഒക്കെ തെളിഞ്ഞ വിഷയമാണ്. ആ കണ്ണുകൾ പറയും വർഷങ്ങളായി അയാൾ ആർക്കും പിടികൊടുക്കാതെ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളിൽ അയാളിൽ മാത്രം ഒതുങ്ങുകയാണെന്ന്. കൊല ചെയ്യപ്പെട്ടുവെന്ന നിഗമനത്തിലെത്തിയ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുകയാണ്. വനം പോലെ കാട് കയറിയ സ്ഥലത്തിന് നടുക്കുള്ള വീടും എന്ന് ദുരൂഹതകൾ നിറഞ്ഞതാണ്. കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന, ആഫ്രിക്കൻ മൂഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിട്ടുണ്ട്. കൂടാതെ മൂടിയ നിലയിൽ ഒരു കിണറും കൂടി ഇവിടെയുണ്ട്. ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ 3 വർഷം മുൻപ് മൂടിയെന്ന സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്ന് പരിശോധിക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തിരച്ചിലുണ്ടാകും. സെബാസ്റ്റ്യന്റെ സഹോദരൻ ക്ലെമന്റിന്റെ പേരിൽ ചേർത്തല നഗരത്തിൽ വടക്കേ അങ്ങാടി കവലയ്ക്ക് സമീപത്തുള്ള സ്ഥലത്താണ് പരിശോധന നടത്തുക. സഹോദരൻ സ്ഥലത്തില്ലാത്തതിനാൽ ഈ സ്ഥലം സെബാസ്റ്റ്യന്റെ നോട്ടത്തിലായിരുന്നു. ഇത് വിൽക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ പുരയിടത്തിൽ വച്ചാണോ ഇയാൾ സ്ത്രീകളെ അപായപ്പെടുത്തിയെന്ന സംശയം നിഴലിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. ഇയാൾക്ക് സ്വന്തം പേരിലും ബിനാമി പേരുകളും എവിടെയൊക്കെ സ്വത്തുക്കൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും പരിശോധിക്കുക. വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യൻ കഴിഞ്ഞ 20 വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരം ശേഖരിക്കുന്നുണ്ട്. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. മാത്രമല്ല, ഐഷ കേസിൽ കൂട്ടുകാരികളായ 3 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആയിഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസുമ, ലൈല, സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിൽ 2 പേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു. മൂന്നാമത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമിക മൊഴിയെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം. 17-ാം വയസ്സിൽ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി വധിക്കാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ് ഇയാൾ. പക്ഷേ നാട്ടുകാരോടൊക്കെ ഏറെ അടുപ്പം സൂക്ഷിച്ച് അവരുടെ പ്രീതി നേടിയെടുത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതു വിധേനയും നടത്തിക്കൊടുത്ത് വിശ്വാസം പിടിച്ചുപറ്റും. എന്നാൽ ഇയാൾ ഈ അടുത്ത സമയങ്ങളായി പതർച്ചയുടെ വക്കിലാണെന്നാണ് സൂചന. ആളുകളോടൊക്കെ സംസാരിക്കാൻ ഒരു പേടിയുള്ളതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു. 3 തവണ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുവാൻ പോയ തൊഴിലുറപ്പ് സ്ത്രീകൾ പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. 3 തവണയും ഇവർ ഇവിടെ എത്തിയപ്പോൾ സെബാസ്റ്റ്യൻ കൃത്യമായി ഓട്ടോയിൽ ഇവിടേക്കെത്തി. തങ്ങൾ പുരയിടത്തിൽ കയറിയത് എങ്ങനെ സെബാസ്റ്റ്യൻ കൃത്യമായി അറിഞ്ഞു? അവിടെ നടക്കുന്നതെല്ലാം അറിയിക്കുവാൻ സെബാസ്റ്റ്യന് ഏതോ ഒരു സഹായം ഉണ്ടെന്ന് തോന്നിയതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പലതവണ അവിടെ എത്തിയ സെബാസ്റ്റ്യൻ ചായ കുടിക്കുവാൻ ക്ഷണിച്ചുവെങ്കിലും അവർ അത് നിരസിച്ചു. ഫലവൃക്ഷ തൈകൾ നടുവാനായാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയത്. ഒടുവിൽ പോലീസ് ഇപ്പോൾ കുഴിച്ച് പരിശോധന നടത്തിയ സ്ഥലത്തെ അഭിമുഖീകരിക്കുന്ന നിലയിൽ ഇയാൾ ജനൽ തുറന്നിട്ട് നോക്കിയതോടെ ഇവർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നപ്പോഴും ബിന്ദു പത്മനാഭന്റെ കേസിലെ കാര്യത്തിനാകുമെന്നായിരുന്നു ഇവർ കരുതിയിരുന്നത്. പിന്നീടാണ് ജയനമ്മയുടെ കേസിന്റെ കാര്യത്തിനാണെന്നും ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും അറിഞ്ഞത്. ഇയാൾ മദ്യത്തിലോ വെള്ളത്തിലോ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടാകാം ഇത്തരത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഒരാൾക്ക് എങ്ങനെ ഇത്രയും പേരെ കൊല്ലാനാകുമെന്നാണ് അവർ ചോദിക്കുന്നത്. കൂടാതെ എന്തെങ്കിലും ചോദിച്ചാൽ സംസാരിക്കുവാൻ ഭയപ്പെടുന്നത് പോലെ തോന്നിയതായും ഇവർ പറയുന്നു. കുടുംബ ഓഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകുവാനുള്ള കാരണമെന്നാണ് അന്ന് പുറത്തു വന്നത്. സ്വത്തുക്കൾ ബന്ധപ്പെട്ട് പിതൃസഹോദരന്റെ കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ ദേഷ്യത്തിലാണ് സെബാസ്റ്റ്യൻ പിതൃസഹോദരന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയത്. ഭക്ഷണം കഴിച്ച 3 പേർ അവശനിലയിൽ ആശുപത്രിയിലായെന്ന് സെബാസ്റ്റ്യന്റെ അയൽവാസിയാണ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്ന് പോലീസിൽ പരാതിയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ ഒരു ബന്ധു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകുകയായിരുന്നു. പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാത്ത രീതിയിലാണ് സെബാസ്റ്റ്യൻ പെരുമാറുന്നത്. പിടിയിലായ അന്നു മുതൽ അന്വേഷണത്തോട് തീർത്തും നിസ്സഹകരിക്കുന്ന രീതിയിലാണ് ഇയാൾ സ്വീകരിച്ചു പോരുന്നത്. സെബാസ്റ്റ്യന്റെ പല മൊഴികളും വിശ്വസിക്കാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചിട്ടുണ്ട്. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എന്നാൽ മൃതദേഹങ്ങൾ ഇയാൾ എവിടെയാണ് മറവു ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സ്വത്ത് വിവരങ്ങളും ശേഖരിക്കുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യന്റെ സഹോദരന്റെ ഭൂമിയിലടക്കം പരിശോധന നടത്തിയിരുന്നു. സമാനമായി സെബാസ്റ്റ്യനുമായി അടുപ്പമുള്ളവരുടെ സ്ഥലങ്ങളിലും പരിശോധന നടത്തും. ജയനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്.
DNA പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെങ്കിലും ഇത് ജയനിമയുടെ മൃതദേഹാവശിഷ്ടമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ബിന്ദു പത്മനാഭനെ 2006 മുതലും ആയിഷയെ 2012 മുതലും കാണാനില്ലെങ്കിലും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഇത് മറികടക്കുവാനാണ് സെബാസ്റ്റ്യൻ മൃതദേഹം മറവു ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ചേർത്തലയിൽ നിന്നും റെഫ്രിജറേറ്റർ വാങ്ങിയത് എന്തിനാണെന്നും പരിശോധിക്കുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ സഹായി മനോജിന്റെ ഓട്ടോയിലാണ് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോയത്. റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജയിനമ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി കഴിഞ്ഞ ദിവസം ചേർത്തലയിലെ ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഡിസംബർ 23-നാണ് ജയിനമയുടെ പൊട്ടിയ മാല സെബാസ്റ്റ്യൻ സഹായി മനോജിന്റെ പേരിൽ ചേർത്തലയിലെ സഹകരണ ബാങ്കിൽ പണയം വെച്ചത്. ഇതിൽ നിന്ന് കിട്ടിയ 1,25,000 രൂപയിൽ നിന്നും 17,500 രൂപ നൽകിയാണ് അന്നു രാത്രി തന്നെ 7:30-ഓടെ റെഫ്രിജറേറ്റർ വാങ്ങിയത്. ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് ആവർത്തിക്കുന്നുണ്ട് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ പത്മനാഭൻ. ബിന്ദുവിനെ അപായപ്പെടുത്തിയെന്ന് തന്നെയാണ് കരുതുന്നതെന്നും പ്രവീൺ പറയുന്നു. 1999-ലാണ് താൻ ഇറ്റലിയിൽ ജോലിക്കായി പോയത്. അതിനുശേഷം താൻ ബിന്ദുവിനെ കണ്ടിട്ടില്ല. ക്യാൻസർ ബാധിതയായ അമ്മ 2002 മെയിൽ മരിച്ചു. 3 മാസത്തിനു ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് അച്ഛനും മരിച്ചു. ഈ സമയത്തൊന്നും തനിക്ക് നാട്ടിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. അച്ഛൻ മരിക്കുന്നതിന്റെ 4-ാം മാസം മുൻപ് സ്വത്തുക്കൾ പൂർണ്ണമായും ബിന്ദുവിന്റെ പേരിലേക്ക് എഴുതി വെച്ചിരുന്നതായി പിന്നീട് അറിഞ്ഞു. അച്ഛന്റെ മരണശേഷം താൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നുവെങ്കിലും ബിന്ദു സംസാരിക്കാൻ തയ്യാറായില്ല. എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തുക്കൾ സ്വന്തമാക്കിയതിന്റെ പേരിലാകാം ആ അകൽച്ചയെന്ന് ഞാൻ കരുതി. പിന്നീട് ബിന്ദുവുമായി ഒരു ആശയവിനിമയം ഉണ്ടായിട്ടില്ല. ഇറ്റലിയിൽ ജോലി ചെയ്ത പണം ഉപയോഗിച്ച് ഇടുക്കിയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു. വീട് പണി പൂർത്തിയായ ശേഷം 2012-ലാണ് താൻ ആദ്യമായി നാട്ടിലെത്തിയത്. അന്ന് ചേർത്തലയിലും എത്തി. താൻ വന്ന വിവരമറിഞ്ഞ് ബിന്ദു വരുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. സെബാസ്റ്റ്യൻ എന്ന ആളുമായി അടുപ്പമുണ്ടെന്നും ഇയാളുടെ സഹായത്തോടെ സ്വത്തുക്കൾ പലതും വിറ്റതായും താൻ അറിഞ്ഞു. തുടർന്ന് താൻ വീണ്ടും ഇറ്റലിയിലേക്ക് മടങ്ങി. അമ്പലപ്പുഴയിൽ താമസിക്കുന്ന തന്റെ അമ്മാവൻ 2016-ൽ ഒരു സംഭവം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. അമ്പലപ്പുഴയിലെ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ബിന്ദു സെബാസ്റ്റ്യനൊപ്പം എത്തിയിരുന്നതായി അമ്മാവൻ പറയുന്നു. എന്നാൽ അമ്മാവൻ വിളിച്ചപ്പോൾ ബിന്ദു പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഉടൻ സെബാസ്റ്റ്യനൊപ്പം മടങ്ങുകയും ചെയ്തു. അത് ബിന്ദു തന്നെയാണോ എന്ന് അമ്മാവന് നേരിയ സംശയം തോന്നി. ഏതാണ്ട് ഇതേ സമയത്താണ് എറണാകുളത്തുള്ള ചില റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ തന്നെ സമീപിച്ചത്. നാട്ടിലെ സ്വത്തുക്കളെല്ലാം വിറ്റ് കൊച്ചി പാടിവട്ടത്ത് ബിന്ദു വാങ്ങിയ 10 സെന്റ് സ്ഥലം മുക്തിയാർ ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ വിറ്റിരുന്നു. എന്നാൽ മുക്തിയാർ രജിസ്റ്റർ ചെയ്യാൻ ബിന്ദു എന്ന പേരിൽ വന്നത് മറ്റൊരു സ്ത്രീയാണെന്നാണ് ബ്രോക്കർമാർ നൽകിയ വിവരം. ഈ സ്ത്രീയെ നേരിട്ടറിയാവുന്ന ഒരാൾ ആ സമയം രജിസ്ട്രാർ ഓഫീസിലുണ്ടായിരുന്നു. ഇതോടെ 2017-ൽ ഞാൻ നാട്ടിലെത്തി. ബിന്ദുവിനെ കുറിച്ച് അന്വേഷിക്കുവാൻ പലവട്ടം സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി. 4 മാസത്തിനു ശേഷമാണ് ഇയാളെ കാണാതായത്. ബിന്ദു അടുത്തിടെയും വീട്ടിൽ വന്നിരുന്നുവെന്ന് വിശ്വസിപ്പിക്കുവാൻ സാക്ഷികളെ വരെ അയാൾ തയ്യാറാക്കി നിർത്തിയിരുന്നു. പിന്നീട് ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവർ മനോജായിരുന്നു അതിലൊന്ന്. ബിന്ദു അടുത്തിടെ അവിടെ വന്നതായും ഓട്ടോ കൂലിക്ക് പുറമെ 500 രൂപ തനിക്ക് തന്നതായും മനോജ് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏതോ സ്ത്രീ സെബാസ്റ്റ്യന്റെ ഫോണിലേക്ക് വിളിച്ചു ബിന്ദു അയാളുടെ വീട്ടിൽ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കി. ഇത് സെബാസ്റ്റ്യൻ എന്നെ കേൾപ്പിച്ചു. ചില പ്രമാണങ്ങൾ അവിടെ ഉണ്ടെന്നും അതെടുക്കുവാൻ ബിന്ദു വീണ്ടും വരുമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. പക്ഷേ ബിന്ദുവിന്റെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഉരുണ്ട് കളിച്ചു. ചേർത്തലയിലെ ഒരു ബാങ്കിൽ ബിന്ദു എന്റെ പേരിൽ 50 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അത് പിൻവലിക്കാൻ താൻ സഹായിക്കാമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെയില്ല. സെബാസ്റ്റ്യൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായതോടെ 2017 സെപ്റ്റംബറിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. ബിന്ദുവിന്റെ പേരിൽ വ്യാജ മുക്തിയാർ തയ്യാറാക്കിയതിന്റെ രേഖകൾ സഹിതമാണ് 8 പേജുള്ള പരാതി നൽകിയത്. 2 മാസത്തിനു ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതെന്ന് പ്രവീൺ പറയുന്നു. പലവിധത്തിലുള്ള സംശയങ്ങളൊക്കെ ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നുണ്ട്. പ്രതി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ടെങ്കിലും ചോദ്യം ചെയ്യലുകളിൽ ഇയാൾ സഹകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കൊല ചെയ്യപ്പെട്ടുവെന്ന് കരുതുന്ന ഈ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനുള്ള നീക്കം. ഇനി ഇവർ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ സ്ത്രീകളൊക്കെ എവിടെയാണ്? അതും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.